ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആപ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ബ്ലൂ സ്റ്റാറിൻ്റെ ഒരു AC-യുടെ ഫിൽറ്റർ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് സർവീസ് ചെയ്യാൻ ഇപ്പം ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇങ്ങനെ വെക്കാൻ കഴിയും. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം എന്തെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ, നമുക്ക് സർവീസ് ചെയ്യാനൊക്കെ എളുപ്പം ഉണ്ടാവും. അപ്പം ഒരു സൈഡിൽ, അതായത് ഈ സൈഡിലെ നെറ്റാണ് ഞാനിപ്പോൾ ഇളക്കിയെടുക്കുന്നത്. നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ പ്രസ് ചെയ്യുക. കണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ ഇളക്കിയെടുക്കാം. നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ, കാരണം ഇതൊരു ചാല് പോലെയാണ് നമുക്ക് അതിനകത്ത് കിടക്കുന്നത്. ഇപ്പം കാണാൻ നിങ്ങൾക്ക് കഴിയും. കണ്ടല്ലോ, ഞാനിപ്പോൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യണം. ഇതേപോലെ അപ്പുറം സൈഡും അതേപോലെ ഇപ്പം ഞാൻ ഈ ഇളക്കിയെടുത്ത അതേ നെറ്റ് ആ സൈഡിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ നെറ്റും ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഇതിനകത്ത്, അതായത് നമ്മുടെ AC-യുടെ ഈ കൂളറിൻ്റെ അകത്തേക്ക് പൊടി പോവാതിരിക്കാൻ വേണ്ടി, അതായത് പൊടി നിങ്ങൾക്ക് കാണാൻ ഇതിൽ നിറച്ചിരിപ്പുണ്ട്. ഈ പൊടി അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ രണ്ട് നെറ്റും ഇവിടെ വരുന്നത്. അപ്പം ശരി, നമുക്കിനി അത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ, അതായത് AC-യുടെ ഉൾഭാഗം, അതായത് നമ്മൾ നെറ്റ് വെച്ചിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ബ്ലോവർ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ ഗൺ ഉണ്ടെങ്കിൽ എയർ ഗണ്ണ് വെച്ച് നമുക്കിതിനെ ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പം ഞാനിപ്പം എയർ ഗൺ ഇല്ലാത്തത് കൊണ്ടാണ് ബ്രഷ് വെച്ച് ഞാൻ ചെയ്യുന്നത്. നമുക്ക് എയർ ഗൺ ഉണ്ടെങ്കിൽ അതാണ് സൗകര്യം. സിമ്പിളാണ്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നെറ്റ്, അതായത് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ ഇതിനകത്തുള്ള ചെറിയൊരു ഫിൽറ്റർ പോലത്തെ ഒരു ചെറിയ നെറ്റുണ്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇളക്കിയെടുക്കണം. നമ്മൾ ഇളക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് രണ്ട് ഇളക്കി മാറ്റി വെച്ച് പിന്നെ കഴുകണം. നമുക്ക് ഇത് നമ്മൾ വെറുതെ വെള്ളത്തിൽ മാത്രം ഒന്ന് കഴുകി എടുത്താൽ മതി. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ഉണക്കാൻ വയ്ക്കണം. അതാണ് നല്ല ഉണങ്ങി എടുക്കണം. കാരണം നമ്മൾ കഴുകി കഴിഞ്ഞാൽ അത് നല്ല ഈർപ്പയിരിക്കാൻ പാടില്ല. അപ്പോൾ അതൊന്നും നല്ല വൃത്തി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മളിപ്പം വാഷ് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സ്പോഞ്ച് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം നമ്മളിത് വാഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് ഇളക്കി മേലോട്ട് ലോക്ക് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് വേണമെങ്കിൽ വെക്കാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ശരി, ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓൺ ചെയ്ത് നോക്കാം. സെറ്റായി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇനി ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു
424 ടു ഓക്കെ. ഫ്രഷ് ആയിട്ടുള്ള ഒരു എയറാണ് വരുന്നത്. കാരണം നമുക്ക് മനസ്സിലാവും നമ്മൾ സർവീസ് ചെയ്ത അത്ര നല്ല രീതിയിൽ, അതായത് അതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എ സിയുടെ, അതായത് ബ്ലൂ സ്റ്റാറിൻ്റെ എ സിയുടെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ആപ്സിന് നൽകിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. നിങ്ങളാണ് എൻ്റെ ബലം. അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും. ഓക്കെ.